ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ല് മാത്രം തേച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കധികം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും എന്നെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാം. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഒരു വളരെ മോശം ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഗൈസ് ഞാൻ എഴുന്നേറ്റത്. എവിടെയോ ലോങ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. വേറെ ഏതോ ഒരു സംസ്ഥാനത്താ. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ കാണുന്നില്ല. എന്നിട്ട് ഞാൻ വേറെ ആരോടൊക്കെയോ പൈസ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഭയങ്കര ദയനീയ അവസ്ഥയായിരുന്നു. എന്നിട്ട് അറിയില്ലാത്ത എവിടേക്കോ സ്ഥലത്ത് പോയി പെട്ടതൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് തന്നെ. കാരണം സ്വപ്നം ഫുള്ള് കണ്ടു തീർത്താലേ നമുക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഇപ്പോൾ ഒരു 10:30 സംതിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ എന്താണ് കഴിക്കാന്നുള്ളത് നോക്കാം. സാമ്പാറാണ് ഗൈസ്. മോശമാണ്, കമത്തിട്ടതാണ് കേട്ടോ. ചിക്കൻ വറുത്തതാണ് ഗൈസ്. ദോശൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അമ്മയാണെങ്കിൽ അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇഡലിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ എപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ കുറേ ലേറ്റായി പോകും, എഡിറ്റിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട്. പിന്നെ മൂവിയൊക്കെ കണ്ടിരിക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോകും. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ലേറ്റ് ആവണത്. മിക്കവാറും എന്നെപ്പോലെയുള്ള കുറച്ച് ടീമൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കുടുംബത്തിൽ ഏറ്റവും അലമ്പ് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി കൂട്ടി കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ കഴിക്കാൻ വേണ്ടി പോണത് കേട്ടോ. ദോശ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമായത് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഇവിടെ വയ്ക്കാറില്ല. അപ്പോൾ എനിക്കിഷ്ടമായത് കാരണം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവിടെ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കൊടുത്തു വിടും. അങ്ങനെ അവരുടെയാണ് ഇഡലി സാമ്പാറും. ദോശ ഭയങ്കര ഇഷ്ടം, ഇഡലി ഉള്ള കാരണം ഇഡലി തിന്നാന്ന് വെച്ചു. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്? കമൻറ്റ് ചെയ്യും. ഞാൻ അത് കഴിച്ചിട്ട് ഫിനിഷ് ആക്കിയിട്ട് വരാം. ഓക്കെ, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ. കാരണം മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇപ്രാവശ്യം ഭയങ്കര ചൂടാണ് കേട്ടോ ആലപ്പുഴയിൽ. അത് കാരണം മുകളിൽ ഇങ്ങനെ മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രിയാണ് തല കഴുകാറുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വീട്ടിൽ തന്നെ അല്ലേ, പുറത്തൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. അത് കാരണം ഞാൻ മേല് മാത്രം കഴുകി. പിന്നെ ജസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് യൂട്യൂബിലേക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇത് ഫേസ് യോഗയാണ് ഞാനിപ്പോൾ ചെയ്യണത്. എൻ്റെ വീഡിയോ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3-4 ടൈപ്പ് ഓഫ് ഫേസ് യോഗ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ രാവിലെ ഫ്രീ ആയിരിക്കുന്ന സമയത്തിരുന്ന് ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യും. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് രാവിലെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അതാണ് ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത്, ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്തോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഫേസ് യോഗ നമ്മൾ ചെയ്യണത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് കേട്ടോ. അപ്പോൾ ഡബിൾ ചിന്നും കാര്യങ്ങളും ലാഗ് ചെയ്തിട്ടുള്ള നമ്മുടെ കവിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടീസ് കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം സമയമായപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ നമ്മുടെ തണ്ണിമത്തൻ്റെ തോല് വെച്ചിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. ആ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരു 4:30-4:45 ആവും കേട്ടോ. ആ സമയത്തിനുള്ളിൽ ജസ്റ്റ് നമ്മൾ തുണിയൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടീസ് എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് സ്കിപ്പാണ്. പിന്നെ ഈ പാത്രം കഴുകുന്ന സമയത്ത് വീഡിയോസ് എടുത്തുകൊണ്ടൊക്കെ ഇരിക്കാൻ ഭയങ്കര ബോറാണ് ഗൈസ്. അത് കാരണം ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് പിന്നെ ഈ ഒരു ഉണ്ടാക്കുന്ന സാധനം പിന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മേലൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ചോറാണെങ്കിൽ ഒരു മുട്ടയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു കിഴങ്ങ് കറിയുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ടാണ് വൈകുന്നേരമാണ് ഞാൻ ചോറ് കഴിക്കുക. കാരണം രാവിലെയൊക്കെ അതിനെ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം സമയമായിരിക്കും എനിക്ക് വിശക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും അമ്മ ഇങ്ങനെ തിളപ്പിക്കാനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ സ്വീറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. അതാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം.
അങ്ങനെ രാത്രി ആയപ്പോൾ അമ്മ മുന്തിരിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്തിരിയൊക്കെ അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റിങ്ങും തംബ്നെയിൽ ഉണ്ടാക്കുക, അപ്ലോഡിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. കാരണം ഞാൻ കുറേ ലേറ്റ് ആവും. അമ്മ ഒരു 8:30 ആകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. ഞാൻ കുറേ ലേറ്റായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം ഞാൻ വൈകുന്നേരം ആയിരിക്കുമല്ലോ ചോറ് കഴിക്കുക. അതുകൊണ്ട് തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തണ്ണിമത്തങ്ങ കഴിക്കാൻ ഇഷ്ടമേ അല്ലായിരുന്നു. കാരണം വയറ് അത്യാവശ്യം ഫില്ലായിരുന്നു. പിന്നെ നാളത്തേക്ക് വെച്ചാൽ കേടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് പയ്യാണ് കഴിച്ചത്. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ നല്ല ലേറ്റായി പോകട്ടാ. അപ്പോൾ ലാസ്റ്റത്തെ ഇൻട്രോ ആണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോണത്. ഇത് പിടിച്ച് സഹായിക്ക്. ആരാ നോക്കാൻ വേണ്ടി വരിക? ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഗോഡൗൺ ആണല്ലോ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കാണിച്ചല്ലോ, ലൈറ്റ് ഉള്ളെങ്കിലല്ലേ പറ്റുള്ളൂ. വല്ലാത്ത കുഴപ്പമാണല്ലോ, ലൈറ്റ് ഇല്ല, കളറില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഞങ്ങളെ ഗോഡൗൺ ഒന്ന് നോക്കണ്ട. ടാറ്റാ. ഓക്കെ.